അപ്പോൾ ഒട്ടുമിക്ക ബാസ ഫാൻസും ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. റൊണാൾഡോ അറോഹോ ബാസയായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. 2031 വരെയുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവലിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അറോഹോയുടെ കോൺട്രാക്ട് മിക്കവാറും ഡെംബെല്ലയുടെ കോൺട്രാക്ട് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ആദ്യം ഒരു റിലീസ് ക്ലോസ് ഉണ്ടാവും, സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രം കോൺട്രാക്റ്റിൽ ചേഞ്ചസ് വരും. ആ ഒരു ചെറിയൊരു ചേഞ്ച് കാരണം പ്ലെയർ വരാതെങ്കിലും ക്ലബ്ബ് സ്വന്തമാക്കും എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ റിയാലിറ്റിയിലായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10-11 മാസം ബാസ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് റിസൾട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുവൻറ്റസിൻ്റെ ഓഫർ വരികയും ആ ഒരു ഓഫർ വന്ന ഉടനെ ബാസക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെംബെല്ലയുടെ സിമിലർ പാറ്റേണിൽ ബാസ പോയി. അതായത് അറോഹോന് എന്തൊക്കെ ഡിമാൻഡ്സ് ഉണ്ടോ അതിന് കണക്കായിട്ട് ബാസ നീങ്ങി എന്നതാണ് ഒരു റിയാലിറ്റി. അത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ്സും പറയുന്നത്. അതായത് ബാസ ഇപ്പോൾ താരത്തിന് ഏകദേശം 15 മില്യൺ യൂറോസിൻ്റെ ഒരു ഗ്രോസ് സാലറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ് സാലറി ഏകദേശം 7 to 8 അല്ലെങ്കിൽ 9 മില്യൺ യൂറോസിനടുത്തുള്ള ഒരു എമൗണ്ട് ലഭിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവലിന് മുമ്പ് പ്ലെയറിന് കിട്ടിയിരിക്കുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 9 മില്യൺ യൂറോസാണ്. അപ്പോൾ അവിടെ നിന്ന് 15 മില്യൺ യൂറോസിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസാണ്. ഇത്രയും കൊല്ലം ബാസ ചെയ്തിരിക്കുന്ന, അതായത് ജോൺ ലപ്പോർട്ട ബോർഡ് ചെയ്തിട്ടുള്ളത് എല്ലാ താരത്തിൻ്റെ ഒരു റിലീസ് ക്ലോസ് 1 ബില്യൺ യൂറോസായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അറോഹയുടെ കേസിലേക്ക് വന്നപ്പോൾ ബാസ ബോർഡ് ചേഞ്ചസ് വരുത്തി. അതായത് ഈ വരുന്ന സമ്മറിൽ പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് വെറും 65 മില്യൺ യൂറോസാണ്. പക്ഷേ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരുമ്പോൾ അത് 80 മില്യൺ യൂറോസായിട്ട് മാറും. അതൊരു കോൺസ്റ്റൻറ്റ് ഫിഗർ ആവാനുള്ള ചാൻസാണ് കാണുന്നത്. എന്തായാലും ഈ വരുന്ന സമ്മറിൽ അത് 65 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു ബാസക്ക് വലിയ ഡിമാൻഡ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. എന്താണ് ആ ഒരു റിലീസ് ക്ലോസ്, ആ ഒരു എമൗണ്ട് സ്വീകരിക്കുക, ഹാപ്പി എടുക്കുക. ഇപ്പോൾ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 55 മില്യൺ യൂറോസ് ആണ്, നമുക്ക് 80 മില്യൺ യൂറോസ് വേണം, 90 മില്യൺ യൂറോസ് വേണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. അപ്പോൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള കോൺട്രാക്ട് റിന്യൂവൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചിരിക്കുന്നത് അറോഹനാണെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ അറോഹോ ക്ലബ്ബ് വിട്ട് പോകുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും സീസൺ എൻഡാകുന്നത് വരെ അറോഹോന് ഒരു റെഗുലർ പ്ലേയിങ് ടൈം ഫ്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇനീഗോയുടെ തിരിച്ചുവരവ് നടന്നിട്ടും അറോഹോന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ വരുന്ന സമ്മറിൽ പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകത്തില്ല. ഇനി ഇനീഗോ വന്നു പ്ലെയറിന് പ്രോപ്പർ പ്ലേയിങ് ടൈം ലഭിക്കുന്നില്ല എന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകും. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുക എന്നതെല്ലാം നമുക്ക് കണ്ട് തന്നെ അറിയാം. ഇനി പറയാനുള്ളത് റാഷ്ഫോർഡിനെ കുറിച്ചാണ്. അപ്പോൾ റാഷ്ഫോർഡ് എന്ന് പറയുന്ന താരം ബാസയായിട്ട് ഇപ്പോൾ ഹെവിലി ലിങ്ക്ഡ് ആണ്. പ്ലെയർ ബാസ മൂവിന് റെഡി ആവുന്നുണ്ട്, വേസ്റ്റ് കട്ട് വരെ നടത്താൻ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ് നടക്കണമെങ്കിൽ ബാസയിൽ നിന്ന് ഏതെങ്കിലും ഒരു താരം ക്ലബ്ബ് വിട്ട് പോകണം. എന്തായാലും അറോഹോ പോവില്ല, അത് കൺഫേം ആയിട്ടുണ്ട്. നെക്സ്റ്റ് സമ്മറിൽ എന്തെങ്കിലും നടന്നാലേ. അപ്പോൾ ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അൻസു ഫാറ്റിയും എറിക് ഗാർസിയ ആയിരുന്നു. അപ്പോൾ അൻസു ഫാറ്റി എന്ന് പറയുന്ന താരത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാസ ബോർഡ് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മാച്ചിൽ പ്ലെയറെ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു മാച്ചിൽ മാത്രമാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ പ്ലേയിങ് ടൈം പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു താരത്തിൻ്റെ കേസുള്ളത്. പക്ഷേ പ്ലെയർ എന്നിട്ടും ക്ലബ്ബ് വിട്ട് പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പ്ലേയിങ് ടൈമിന് വേണ്ടിയിട്ട് വേറെ ക്ലബ്ബിലേക്ക് പോകുന്നില്ല. പകരം ബാസയിൽ തന്നെ സക്സസ്ഫുൾ ആകാനുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പ്ലെയർ ഉള്ളത്. ഇനി എറിക് ഗാർസിയയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകാൻ റെഡി ആയിരുന്നു. അതായത് റയൽ സൊസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള കോമോയിലേക്ക് പോകാൻ പ്ലെയർ റെഡി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലെയറിൻ്റെ ഡിസിഷനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ബെൻഫിക്ക മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യിക്കും. അതിനുശേഷം ഹാൻസി ഫ്ലിക്കായിട്ട് നടത്തിയിരിക്കുന്ന മീറ്റിങ്ങിലാണ് ഈ ഒരു ഡിസിഷനിൽ ചേഞ്ചസ് വരുത്താൻ പ്ലെയർ റെഡിയാവുന്നത്. ഇപ്പോൾ പ്ലെയർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് സീസൺ എൻഡാകുന്നത് വരെ ബാസ കണ്ടിന്യൂ ചെയ്യാമെന്നാണ്. അതുകൊണ്ട് ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ എറിക് ഗാർസിയോ അൻസു ഫാറ്റിയോ ക്ലബ്ബ് വിട്ട് പോകുന്നില്ല. അപ്പോൾ ബാസക്ക് എന്തായാലും ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്തണമെന്ന് അത്യാവശ്യം. കാരണം അങ്ങനെ നടത്തിയാൽ മാത്രമേ റാഷ്ഫോർഡിനെ ബാസയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിലവിൽ ബാസയുടെ മുന്നിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻസൺ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സാലറി ഒക്കെ ഉള്ളതുകൊണ്ട് പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്തി കഴിഞ്ഞാലും റാഷ്ഫോർഡ് ഡീല് ബാസക്ക് പുൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാസയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റ്യൻസണിൻ്റെ എക്സിറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. നല്ലൊരു ഓഫറായിട്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബ് വരികയാണെങ്കിൽ പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താൻ ബാസ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരെ വരിക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വരുന്നൊരു റൂമർ എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്റ്റ്യൻസണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് യുണൈറ്റഡൊക്കെ രംഗത്തുണ്ട് എന്നാണ്. അപ്പോൾ ബാസ ഡിമാൻഡ് ചെയ്യുന്നൊരു ഓഫർ അവർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 25 മില്യൺ യൂറോസിനായിരിക്കും പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ആ ഒരു ഓഫറായിട്ട് യുണൈറ്റഡ് വരികയാണെങ്കിൽ ചിലപ്പോൾ ബാസ ആ ഒരു ഡീൽ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ ഈ ഒരു റാഷ്ഫോർഡിനെ ലോൺ ഡീൽ വഴി കൊണ്ടുവരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ശരി, റാഷ്ഫോർഡ് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. എന്തായാലും ഡെഡ് ലൈൻ ഡേ വരെ പ്ലെയർ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും അതിനുള്ളിൽ തന്നെ ബാസ ഒരു ഡിസിഷനിലേക്ക് വരണം. എന്തായാലും നിലവിലുള്ള സിനാരിയോയിൽ ആരുടെ എക്സിറ്റ് നടക്കാത്തത് കൊണ്ട് ഈ ഒരു റാഷ്ഫോർഡ് ടു ബാസ എന്ന് പറയുന്നത് നിലവിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ എക്സിറ്റ് നടക്കുകയാണെങ്കിൽ റാഷ്ഫോർഡ് ടു ബാസ നടക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോക്ക് എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.